കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തർക്കവിഷയമായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനം. 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ വൻ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ ധ്രുവീകരണവും ഇന്നും അവസാനിച്ചിട്ടില്ല. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് പിണറായി വിജയൻ സർക്കാർ തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്നും തന്ത്രപരമായ ഒരു പിന്മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ആചാര സംരക്ഷണം വേണമെന്ന പുതിയ നിലപാട് പരോക്ഷമായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികളെ അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ ഇടത് മുന്നണി ശ്രമിക്കുന്നത്. 2018 സെപ്റ്റംബർ 28-നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ലിംഗസമത്വം ഉറപ്പാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. അന്ന് അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമവാഴ്ചയുള്ള നാട്ടിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഉറച്ച നിലപാട്. ഇത് പിന്നീട് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചു. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ വിശ്വാസികൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച കടുത്ത നിലപാട് തിരഞ്ഞെടുപ്പുകളിൽ ഇടത് മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ശബരിമല വിഷയം ആളിക്കത്തിയ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ 19-ലും LDF പരാജയപ്പെട്ടു. വിശ്വാസികൾ സർക്കാരിനെതിരായതാണ് ഈ തോൽവിക്ക് പ്രധാന കാരണമെന്ന് പാർട്ടി പിൻകാലത്ത് സമ്മതിച്ചു. BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായ ആയുധമാക്കി. സർക്കാരിനെ വിശ്വാസ വിരുദ്ധർ എന്ന് മുദ്രകുത്താൻ അവർക്ക് സാധിച്ചു. ഈ സാഹചര്യം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. ഈ തിരിച്ചറിവാണ് ഇപ്പോൾ സർക്കാരിനെ തങ്ങളുടെ നിലപാട് തിരുത്താൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ തിരുത്തൽ നേരിട്ടുള്ള ഒന്നല്ല, മറിച്ച് അതീവ തന്ത്രപരമായ ഒന്നാണ്. നിലപാട് തിരുത്തിയെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാതെ തന്നെ പ്രായോഗികമായി ആചാര സംരക്ഷണത്തിന് വഴങ്ങുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി അറിയിക്കാൻ പോകുന്ന പുതിയ നിലപാടിൽ ഇത് വ്യക്തമാകും. പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ആചാരാനുഷ്ഠാനങ്ങൾ പണ്ഡിത സമക്ഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത് തന്ത്രിമാർക്കും ഹൈന്ദവ സംഘടനകൾക്കും അനുകൂലമായ ഒരു നിലപാടാണ്. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടുത്തിടെ പ്രമേയം പാസ്സാക്കിയിരുന്നു. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡ് ഇത്തരമൊരു നിലപാടെടുത്തത് സർക്കാരിന് സുരക്ഷിതമായ ഒരു വഴിത്തിരിവ് ഒരുക്കാനാണെന്ന് കരുതപ്പെടുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ ഈ മാറ്റം പ്രകടമാണ്. യുവതി പ്രവേശന നിലപാടിൽ തത്വത്തിൽ മാറ്റമില്ലെങ്കിലും ഇന്നത്തെ പരിസ്ഥിതിയിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് സിദ്ധാന്തത്തിൽ സമത്വം പറയുമെങ്കിലും പ്രായോഗികമായി വിശ്വാസികളുടെ വികാരം മാനിക്കുമെന്നർത്ഥം. ശബരിമല വിഷയത്തിൽ ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണികൾ സ്വീകരിച്ച നിലപാടുകൾ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു. 2007 VS അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് സത്യവാങ്മൂലം നൽകി. നവോത്ഥാന നിലപാടുകൾക്ക് പ്രാമുഖ്യം നൽകിയ കാലമായിരുന്നു അത്. 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ മുൻ സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തി. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും സ്ത്രീ പ്രവേശനത്തിന് നിയന്ത്രണം വേണമെന്നും UDF സർക്കാർ കോടതിയെ അറിയിച്ചു. 2018 പിണറായി വിജയൻ സർക്കാർ വീണ്ടും സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് മാറി. വിധി നടപ്പാക്കാൻ ഏതാനും സൗകര്യങ്ങളും ഒരുക്കി. ഇത് പിന്നീട് വലിയ വിവാദങ്ങൾക്കും കാരണമായി. 2024-25 വീണ്ടും ആചാര സംരക്ഷണത്തിന്റെ പാതയിലേക്ക് സർക്കാർ നീങ്ങുന്നു. രാഷ്ട്രീയ നിലനിൽപ്പിന് വിശ്വാസികളുടെ പിന്തുണ അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് ഇവിടെ വിജയിക്കുന്നത്. സർക്കാർ നിലപാട് മാറ്റുമ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നൽകിയ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയമപരമായ വെല്ലുവിളിയാണ്. അസോസിയേഷന്റെ പ്രധാന വാദങ്ങൾ ഇവയാണ്. സ്ത്രീകളെ ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണിത്. മതപരമായ കാര്യങ്ങളിൽ പോലും ലിംഗവിവേചനം അനുവദിക്കാനാവില്ല. ശബരിമല ഒരു പൊതുക്ഷേത്രമാണ്. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി പ്രവേശനം നിഷേധിക്കാൻ സാധിക്കില്ല. ഈ ഹർജിക്കാരുടെ ശക്തമായ വാദങ്ങൾ നിലനിൽക്കെ സർക്കാർ ആചാര സംരക്ഷണത്തിനായി നിലപാട് മാറ്റുന്നത് കോടതി എങ്ങനെ സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. സർക്കാരിന്റെ മലക്കമറിച്ചിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പാർട്ടി കേഡറുകൾക്കിടയിൽ ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നവോത്ഥാന മൂല്യങ്ങൾക്കായി നിലകൊണ്ട പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി നിലപാട് മാറ്റുന്നു എന്ന വിമർശനവും ഉയരാം. എന്നാൽ BJPയെ പ്രതിരോധിക്കാൻ വിശ്വാസികളെ കൂടെ നിർത്തുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു. UDFും BJPയും സർക്കാരിന്റെ നിലപാട് മാറ്റത്തെ പരിഹസിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ നടത്തുന്ന നാടകമാണിതെന്ന് അവർ ആരോപിക്കുന്നു. അന്ന് വിശ്വാസികളെ തല്ലിച്ചതച്ചവർ ഇപ്പോൾ വോട്ടിനായി ആചാരം പറയുന്നതിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് അവരുടെ വാദം. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ
സർക്കാരിന്റെ ഈ മാറ്റം ഒരു വിജയമായി കാണപ്പെടുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന അവരുടെ ദീർഘകാലമായുള്ള ആവശ്യം സർക്കാർ അംഗീകരിക്കുന്നുവെന്ന നിലയിൽ ഇതിനെ ചിലർ സ്വാഗതം ചെയ്യുന്നു. ശബരിമല യുവതി പ്രവേശനം കേവലം ഒരു മതപരമായ വിഷയമല്ല, മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ അധികാര സമവാക്യങ്ങളെ നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമാണ്. സിദ്ധാന്തത്തെക്കാൾ പ്രായോഗികതയ്ക്ക് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ രീതിയാണ് സർക്കാർ ഇപ്പോൾ പിന്തുടരുന്നത്. വിശ്വാസികൾക്കെതിരായ ഒരു തീരുമാനവും പാടില്ലെന്ന പുതിയ നയം ഇടത് മുന്നണിയുടെ രാഷ്ട്രീയഗതി മാറ്റത്തെ സൂചിപ്പിക്കുന്നു. കോടതിയിൽ എത്തുന്ന പുതിയ സത്യവാങ്മൂലത്തോടെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ മുഖം പൂർണ്ണമായി മാറും. ആചാര സംരക്ഷണം എന്ന പുതിയ കവചം അണിഞ്ഞു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ നിയമപരമായ പോരാട്ടങ്ങളും ഹർജിക്കാരുടെ കർശനമായ വാദങ്ങളും ഈ നീക്കത്തിന് തടസ്സമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.